ഹായ്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതിന് ഇമോഷണൽ ആവണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കുറച്ചൊക്കെ ഇരുന്ന് കരഞ്ഞു കേട്ടോ ഈ വീഡിയോയിൽ. കരണ്ടാകി അയച്ചിട്ട് ഞാൻ കാര്യം എന്താണെന്ന് പറയാം. അതായത് ഒരു വർഷം മുമ്പേ, ഇപ്പം ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ചിലപ്പോൾ എന്നെ കുറ്റം പറയുമായിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റണവരുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യല്ലോ. സംഭവം എന്താ വെച്ചാൽ, ഒരു വർഷം 3 മാസം മുമ്പേ ഞാൻ ഒരാൾക്ക് അവരുടെ അവസ്ഥ കണ്ടിട്ട്, പറഞ്ഞ ആ ഒരു അവസ്ഥ കേട്ടിട്ട് ഞാൻ വേറൊരാളിൽ നിന്ന് കടം വാങ്ങിയിട്ട് 1 ലക്ഷത്തിൽ കൂടുതൽ പൈസ ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു. 1 ലക്ഷത്തില്ല, 1 ലക്ഷത്തോളം പൈസ ഞാൻ കൊടുത്തിട്ട് അത് ഞാൻ അവരെ നിന്ന് കടം വാങ്ങിയിട്ട് കൊടുത്തു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പൈസക്ക് ഇത്ര പൈസ ഞാൻ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അവരെ ഞാൻ വാങ്ങിയിട്ട് കൊടുത്തത്. വാങ്ങുന്ന കക്ഷി എന്നോട് പറഞ്ഞത് 2 ആഴ്ചയുടെ ഉള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ആ പൈസ തിരിച്ചു തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ആ വിശ്വാസത്തിലാണ് അവരോട് പറഞ്ഞിട്ട് ആ പൈസ വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ പൈസ 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ്, ഇപ്പോൾ 3 മാസം, 1 വർഷം 3 മാസമായി. ഞാൻ ആ പൈസ ചോദിക്കുമ്പോൾ അവർ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയല്ലാതെ അന്ന് തരാം, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അല്ലെങ്കിൽ വേറെ വഴി സംഘടിപ്പിച്ച് തരാം എന്നുള്ള രീതിയിലല്ല. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്, നീ കേസ് കൊടുക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എൻ്റെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു, കയ്യിലൊരു വാച്ച്. നിങ്ങൾ ബിഫോർ വീഡിയോ എടുത്ത് കണ്ടാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വേറെ ആളിൽ നിന്ന് കടം വാങ്ങിയിട്ട് ആ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ അവർക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ കെട്ടുതാലി പറയില്ലല്ലോ, അതും കൈ വാച്ചും ഞാൻ പണയം വെച്ചിട്ടാണ് ആ പൈസ കൊടുത്തത്. അതിൻ്റെ പലിശ ഞാനിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല. ഇവരെ പൈസ കിട്ടിയിട്ട് വേണം അത് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും മതി സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു കേട്ടോ. സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു കംപ്ലയിൻറ്റ്. FIR രജിസ്റ്റർ ചെയ്ത് അവരെ ഫോം വിളിച്ചിട്ട് പറഞ്ഞിട്ടാകുമ്പോൾ, ഇത് ഞാൻ കൊടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് 2 മാസം, അത് 2025 ഡേറ്റ് കാണിച്ചതാണ് കണ്ടോ. ഈ ഡേറ്റ് ഞാൻ കൊടുത്തിട്ട് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ബിസിനസ് പരമായിട്ട് കുറച്ച് ടൈറ്റാണ്, അപ്പോൾ ഏപ്രിൽ ലാസ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഏപ്രിൽ ലാസ്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് ആവാറായില്ലേ. സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ അവർ രണ്ടാമത് വിളിച്ചപ്പോൾ അവർ പല ന്യായീകരണങ്ങളും പറയുന്നതല്ലാതെ പൈസ തരാമെന്നുള്ള കാര്യങ്ങൾ ഒന്നും പറയണില്ല. പോലീസുകാർ എന്നോട് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകേണ്ടത് എന്താ വെച്ചാൽ DGPക്ക് കൊടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, നിയമം നമുക്ക് സപ്പോർട്ട് തരും നല്ല രീതിയിലാണ്. ഇത് പ്രൂഫുണ്ട്, ഞാൻ പൈസ കൊടുത്ത പ്രൂഫുണ്ട്, കയ്യിലല്ല കൊടുത്തത്, ബാങ്ക് ട്രാൻസ്ഫറാണ് ചെയ്തത്. അതുകൂടാതെ ഞാനിപ്പോൾ ബാങ്കിൽ പണയം വെച്ചതിൻ്റെ പലിശ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൈസ വേറെ, ഇത് അയാളോട് ചോദിച്ചാൽ ആൾ തരില്ല. ഈ പൈസ തന്നെ തരുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, നമുക്ക് നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ലേ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൈസ ഞാൻ ലവ് മാരേജാണ്. ഞങ്ങൾ ഓരോ പൈസയും കുറച്ച് എടുത്തു വെച്ചിട്ടാ ഈ പൈസ ഉണ്ടാക്കണത്. എൻ്റെ ഹസ്ബൻഡ് വെയിലത്തൊക്കെ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് എനിക്ക് മാലയും ഇതൊക്കെ വാങ്ങിത്തന്നത്. ഒരാളുടെ ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ തിരിച്ചു തരണ്ടേ. ഇപ്പം അവർ വാങ്ങിക്കുമ്പോൾ പറയാണ്, ഇത് ഞാൻ തിരിച്ചു തരില്ല കേട്ടോ, ഈ പൈസ ഞാൻ ഇവിടെ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിരിച്ച് ചോദിക്കാൻ പോകില്ല. അയാൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 2 ആഴ്ചയിനുള്ളിൽ 1 മാസത്തിനുള്ളിൽ തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഇതിന് കമൻ്റ് ഉണ്ട്, നിങ്ങൾ എന്തിനാ കൊടുക്കാൻ പോയത്, എന്താവശ്യമായിരുന്നു. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കൊടുക്കേണ്ടി വന്നത്. അയാൾ അങ്ങനെയും പറഞ്ഞിട്ട് അയാളുടെ പറഞ്ഞ കാര്യങ്ങളും അയാൾ പറഞ്ഞ റെക്കോർഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾ പുറത്തെവിടെയോ ഒരാൾക്ക് കാണിക്കുക പോലീസിനെ കാണിച്ചു കൊടുത്തിട്ടില്ല. അയാൾ
നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കി. അപ്പോൾ നിയമം പറയണ വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന ആർക്കെങ്കിലും ഞങ്ങൾ എന്താണ് നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരമായിരിക്കും. പിന്നെ ഇത് DGPക്ക് അവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് അതിലൊന്നും നടപടി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ ഇതെല്ലാം അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതായിരിക്കും. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഒരു 10,000 രൂപ കടം കൊടുത്താൽ കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലേ. ലക്ഷങ്ങളോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു തരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതും 1 മാസം 2 മാസമല്ല നമ്മൾ വെയിറ്റ് ചെയ്തത്. നമ്മളെത്ര 1 വർഷം 3 മാസം കഴിഞ്ഞ് എന്നിട്ടാണ് നമ്മൾ ഈ 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൈസ ചോദിക്കണേ. അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട്. ഒന്നുമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവർ ഒന്നുമില്ല, അവർക്ക് തരാനുള്ള ദയനീയ അവസ്ഥയാണ്. പക്ഷെ അവരങ്ങനല്ല, അവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്. നമ്മുടെ പൈസ അവർ എങ്ങനെയെങ്കിലും മുക്കിക്കളയാന്നുള്ള രീതിയിലാണ് അവർ വിചാരിക്കുന്നത്. ഇതെന്നെ മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ആൾക്കാരെ ഇതേപോലെ പറ്റിച്ചിട്ടുണ്ട്. എന്നോട് സംസാരിച്ചവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. 1 ലക്ഷം 2 ലക്ഷം എന്നല്ല, 10-50 ലക്ഷം വരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് പോലീസുകാർക്ക് ഒന്നും നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആളെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ DGPക്ക് കേസ് കൊടുക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് ബാക്കി വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ഡേഷൻ പറയും. ഞാൻ ഇതുവരെ പറയാതിരുന്നത് ഇത്രയും കാലം നിങ്ങൾ എൻ്റെ ചിരിച്ച മുഖവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് സങ്കടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഓരോ ദിവസം പോകുമ്പോഴും നമുക്കിത് വിഷമമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ രൂപ എടുത്ത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി വലിയ റിച്ച് ടീമിൻ്റെ മക്കളൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡായാലും ഞങ്ങളൊക്കെ അന്നൊന്ന് പണിയെടുത്തിട്ട്. പക്ഷെ ഞങ്ങളതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാനോ കാണിക്കാനോ നിൽക്കാറില്ല. ഇതിപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് FIR ചെയ്തിട്ട് പോലും നമുക്ക് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരോട് പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം അറിയുന്ന ലോയേഴ്സോ അറിയുന്നതിനെക്കുറിച്ച് നിയമപരമായിട്ട് അറിയണ ആരെങ്കിലും നമ്മളിനി എന്ത് ചെയ്യണം ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരമായിരുന്നു. കാരണം നമുക്കങ്ങനെ ലീഗലായിട്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കതിന് ഫീസ് കൊടുക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ പറയും യൂട്യൂബറല്ലേ, നിങ്ങൾക്ക് അതിന് വരുമാനം വരുന്നില്ല. നമ്മളൊക്കെ അങ്ങനെ വലിയ ഏണിങ്സ് വരുന്ന ടീമൊന്നും നമ്മളെ മോളുടെ കഴിവിന് വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഇതിൽ നമുക്ക് ഭയങ്കര ഏണിങ്സ് ഒന്നും വരുന്നൊന്നുമില്ല. പിന്നെ അവളുടെ കഴിവുകൊണ്ട് അവൾ റിയാലിറ്റി ഷോയിലും പിന്നെ അവളുടെ വീഡിയോ വൈറലാവലും ഇതൊക്കെ ചെയ്യുന്നല്ലാതെ ഇനി നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കണ വലിയ ഏണിങ്സ് ഒന്നും വരും. അത് മുമ്പേ തന്നെ കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമുക്കങ്ങനെ വലിയ ഏണിങ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്കങ്ങനെ ഫീസ് കൊടുത്തിട്ട് ഫീസ് നടത്താനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമുക്ക് ഒരു കുടുംബം നടത്തിക്കൊണ്ടാനുള്ള ചിലവെന്നെ നിങ്ങൾക്ക് സാധാരണക്ക് അറിയായിരിക്കും. അതിനിടയിൽ തന്നെ നമ്മളോട് കുറേ ആൾക്കാർ നമ്മൾ സഹായിക്കോ ചേച്ചി ചോദിക്കുമ്പോൾ നമ്മളെ ഉള്ളതിന് നേരം നമ്മൾ അങ്ങോട്ട് സഹായിച്ചിട്ടേ ഉള്ളൂ എല്ലാ ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ മെസ്സേജ് കാണണമെങ്കിൽ അതിനകത്ത് കമൻ്റ് ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ DGPക്ക് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിത്ത് എവിഡൻസ് പ്രൂഫ് അടക്കം ഞാൻ ഈ ചാനലിൽ വന്നിട്ട് പറയുന്നതായിരിക്കും. കാരണം നമ്മൾ ഇത്രയും കാലം പറയാതിരുന്നിട്ട് നമുക്കൊരു കാര്യമില്ല. ഇനി പറയാതിരുന്നാലും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് തോന്നുന്നുകൊണ്ടാണ് ഞാൻ എവിഡൻസ് ആയിട്ട് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായമല്ല, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഇടാട്ടോ. അത്രയേ ഉള്ളൂ.